ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് മുന്നാണ് എനിക്ക് ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ കൈ കിട്ടിയത്. സോ ആ 3 ആഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി അതാണ് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഹോൾ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. പക്ഷേ ആ ഒരു 3 വീക്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതും പിക്സൽ വാച്ചും സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഞാൻ എന്തുകൊണ്ടാണ് ആ ഡിസിഷനിലൂടെ എത്തിയത് എന്നും നമുക്ക് എൻ്റെ ഹോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നും ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ ഇതിനെക്കുറിച്ച് കേൾക്കാത്തവർക്ക് ചെറിയൊരു കോൺടെക്സ്റ്റ്. സോ ഫിറ്റ്ബിറ്റ് എയർ ഈസ് ഗൂഗിൾസ് ഫിറ്റ്നസ് ട്രാക്കർ. അത് ചെറിയൊരു പെബിൾ ഷേപ്ഡ് ആണ്. അതിന് സ്ക്രീനില്ല, ബട്ടൺസ് ഇല്ല, ഒന്നുമില്ല. സോ ആ ഒരു പെബിൾ ഷേപ്പ് നമ്മൾ ബാൻഡിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യും. ആൻഡ് ഇത് പണ്ടൊക്കെ നോർമലായിരുന്നു. ഈ സംഭവം ഇങ്ങനത്തെ ഫിറ്റ്നസ് ട്രാക്കേഴ്സ്, സ്ക്രീനില്ലാത്ത ട്രാക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് വൂപ്പ് എന്ന് പറഞ്ഞ ബാൻഡ് ഇറങ്ങി. അത് ഭയങ്കര ട്രെൻഡായി കഴിഞ്ഞപ്പോഴാണ് നൈസായിട്ട് പണി കൊടുക്കാൻ വേണ്ടി കോമ്പറ്റീഷന് ഗൂഗിൾ ഇറക്കിയ ഐറ്റമാണത്. ആൻഡ് എൻ്റെ വേർഷൻ സ്റ്റീവൻ കറി വേർഷനാണ്. സോ ഓറഞ്ച് കളറൊക്കെ ആയിട്ട്. ആൻഡ് ഇറ്റ്സ് എ നൈസ് മെറ്റീരിയൽ ടു. സോ ഐ റിയലി ലൈക്ക് ദിസ് വേർഷൻ. സോ ഈ ഫിറ്റ്ബിറ്റ് എയർ ബാക്കി എല്ലാ വെയറബിൾസും പോലെ തന്നെ നമ്മുടെ സ്ലീപ്പ്, ആക്ടിവിറ്റി, റിക്കവറി, ഹാർട്ട് റേറ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ട്രാക്ക് ചെയ്യും. പക്ഷേ സ്ക്രീനില്ലാത്തതുകൊണ്ട് നമ്മളുടെ നോട്ടിഫിക്കേഷൻസും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും കാണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ്. സോ ആദ്യം തന്നെ ഇതിൻ്റെ കംഫർട്ടാണ്. ഐ ബീൻ വെയറിങ് ദിസ് ഫോർ 2 വീക്സ് ആൻഡ് 2 വീക്സിൽ എല്ലാ നൈറ്റും ഞാൻ ഇതിട്ടാണ് കിടന്നുറങ്ങിയത്. സോ കിടന്നുറങ്ങിയിട്ട് വേറെ ഇറിറ്റേഷൻസോ വേറെ സംഭവങ്ങളൊന്നുമില്ല. ചില നൈറ്റ് ഇഫ് ഇറ്റ്സ് ടു ടൈറ്റ് കയ്യിലൊരു ചെറിയ മാർക്ക് വീഴും. അതല്ലാതെ വേറെ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ ഞാനിത് സ്റ്റീവൻ കറി എഡിഷൻ ആയതുകൊണ്ട് സോ ഇറ്റ് ഹാസ് ഒരു വാട്ടർ പ്രൂഫ് ഒരു ലെയർ. വാട്ടർ പ്രൂഫ് എന്നാണോ അതോ സ്വെറ്റ് റെസിസ്റ്റൻ്റ് ഒരു ലെയർ ഉണ്ട്. സോ അതുകൊണ്ട് ഈവൻ വർക്കൗട്ട്സിന് ഐ പ്രിഫർ വെയറിങ് ദിസ് ഇൻസ്റ്റെഡ് ഓഫ് ദ ആക്റ്റീവ് ബാൻഡ്. ബിക്കോസ് ആക്റ്റീവ് ബാൻഡ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. പക്ഷേ ദിസ് വൺസ് ടോട്ടലി ഫൈൻ. ഐ വൈപ്പ് ഇറ്റ് ലൈക്ക് വൺസ് ഇൻ എ വൈൽ വിത്ത് ഒരു മറ്റേ ആൽക്കഹോൾ സ്വാബ് ഓർ സംതിങ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഇറ്റ് നെവർ ഗേവ് മീ എനി ഇഷ്യൂസ്. ലൈക്ക് നോർമൽ തുണി പോലെ സ്വെറ്റായിട്ട് വെറ്റാവുകയോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലെ സ്ലീപ്പ് ട്രാക്കിംഗ് ആണ് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത്. പിക്സൽ വാച്ചിനും സെയിം ഫീച്ചർ തന്നെയാണ്. പക്ഷേ പിക്സൽ വാച്ച് കെട്ടിക്കൊണ്ട് കിടന്നുറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഇനീഷ്യലി ഒക്കെ കുറച്ച് ട്രൈ ചെയ്തു. പിന്നെ ഞാൻ കിടക്കുമ്പോൾ പിക്സൽ വാച്ച് കെട്ടാതെയായി. അപ്പോൾ സ്ലീപ്പ് ട്രാക്കിംഗ് വാസ് നോട്ട് ഹാപ്പനിങ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ചെറിയ സൈസും കയ്യിൽ നമ്മൾ കിടക്കുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുക പോലുമില്ല. അങ്ങനെ ആയതുകൊണ്ട് ഇറ്റ് വാസ് മോർ ഈസി ടു യൂസ് വൈൽ സ്ലീപ്പിംഗ്. അങ്ങനെ വന്നപ്പോൾ സ്ലീപ്പ് ട്രാക്കിംഗ് ഇസ് ഭയങ്കര അടിപൊളി. ഇറ്റ്സ് ലൈക്ക് ഓട്ടോമാറ്റിക്. നമുക്ക് വല്ല മറ്റേ ബട്ടൺസും സംഭവമൊന്നും പ്രസ് ചെയ്യൊന്നും വേണ്ട, ഒന്നും സെലക്ട് ചെയ്യൊന്നും വേണ്ട. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് അവർ സ്ലീപ്പ്. നമ്മൾ എപ്പോഴാണ് ഉറങ്ങിയത്, എണീക്കുന്നത്, അങ്ങനെയൊക്കെ. ആൻഡ് വാട്ട് വാസ് സർപ്രൈസിങ് വാസ് നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്ക് എണീറ്റു, നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ എണീറ്റിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും പോയാലും they will not exactly break it down. അത് automatically smartly recognizes we were just waking up for like this many minutes and they'll just combine it. എന്നിട്ട് ഒരൊറ്റ സ്ലീപ്പാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഈ സമയത്ത് അവേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഈവൻ ഡ്യൂറിങ് ദ ഡേ ടൈം വെൻ വി ആർ ടേക്കിംഗ് നാപ്സ് ഒക്കെ, ആ നാപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു 20 മിനിറ്റ് നാപ്പ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ നാപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളൊന്നും സെലക്ട് ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി ഇത് ട്രാക്ക് ചെയ്തോളും. സോ നമ്മൾ ജസ്റ്റ് കിടന്നു ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈവൻ കൗച്ചിൽ കിടന്ന് ഞാൻ ഉറങ്ങി പോകാറുണ്ട്. സോ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എണീക്കുമ്പോൾ ഓക്കെ ഒരു മേ ബി ലൈക്ക് ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓ ദിസ് ഇസ് ഹൗ യു സ്ലെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും. സോ സ്ലീപ്പ് ട്രാക്കിംഗ് ഇസ് ഭയങ്കര അടിപൊളി ഫോർ മീ അറ്റ് ലീസ്റ്റ്. ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് ഇതിൻ്റെ സ്മാർട്ട് വേക്കപ്പ് ഫീച്ചർ. അത് നമുക്ക് ഇതിൻ്റെ ആപ്പിൽ വേക്കപ്പ് അലാംസ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് മൾട്ടിപ്പിൾ അലാംസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ് ടു 8 അലാംസ് അങ്ങാണ്ട് നമുക്ക് വെക്കാൻ പറ്റും. സോ അങ്ങനെ വേക്കപ്പിനൊരു അലാം വെച്ചിട്ട് ഒരു എക്സാക്ട് ടൈമിൽ നമുക്ക് വെക്കാം. ആ ടൈമിൽ ഇത് വൈബ്രേറ്റ് ചെയ്യും. സോ ഹൈ ഇൻറ്റൻസിറ്റി ഓർ ലോ ഇൻറ്റൻസിറ്റി വൈബ്രേഷൻസ് നമുക്ക് തന്ന് നമ്മളെ എണീപ്പിക്കും. പക്ഷേ അതിൻ്റെ അഡീഷണൽ ഫീച്ചറാണ് സ്മാർട്ട് വേക്കപ്പ്. സോ സ്മാർട്ട് വേക്കപ്പ് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ദേ ഡൂ ഇസ് നമ്മൾ അലാം വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ പീരീഡിൽ നമ്മളുടെ ഒരു ലൈറ്റ് സ്ലീപ്പ് ആയിരിക്കുന്ന സ്റ്റേജിൽ വെച്ച് ഒരു നൈസായിട്ട് നമ്മളെ ഈ വൈബ്രേഷൻസ് തരും. സോ നമ്മൾ ഭയങ്കര ഉറക്കത്തിൽ പെട്ടെന്ന് ചാടി എണീപ്പിക്കുന്ന സിറ്റുവേഷൻ അല്ല. സോ ലൈറ്റ് സ്ലീപ്പ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ സമയത്തായിരിക്കും ഒരു വൈബ്രേഷൻസ് തരുന്നത്, വിച്ച് ഫെൽറ്റ് ലൈക്ക് എ നൈസ് ഫീച്ചർ ആക്ച്വലി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് നോട്ട് എപ്പോഴും പെർഫെക്റ്റ് ഒന്നും അല്ല. ചില സമയത്ത് നമ്മൾ ഇത് അടിക്കുമ്പോഴും ഇതെന്താണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ മോസ്റ്റ്ലി ഇറ്റ്സ് ബീൻ ആക്യുറേറ്റ്. സോ ദാറ്റ് ഈസ് എ റിയലി നൈസ് ഫീച്ചർ. പിന്നെ ഇവരുടെ അഡീഷണൽ ആയിട്ട് ഇവർ കാണിക്കുന്ന ഒരു സംഭവമാണ് റെഡിനെസ് സ്കോർ. വർക്കൗട്ട്, റിക്കവറി, സ്ലീപ്പിംഗ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് അവർ റെഡിനെസ് സ്കോർ പറയുന്നത്. അത് മോസ്റ്റ്ലി എനിക്ക് ആക്യുറേറ്റ് ആണെന്ന് തോന്നിയത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു റെഡിനെസ് സ്കോർ കാണിക്കും. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ക്ഷീണം, ഉറക്കൊക്കെ കിട്ടി കാണും. പക്ഷേ എന്നാലും ബോഡി ഒരു ക്ഷീണമാണെങ്കിൽ റെഡിനെസ് സ്കോർ ഭയങ്കര ലോ ആയിരിക്കും. ആൻഡ് ചില ഡേയ്സിൽ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെയാണ് എണീക്കണമെങ്കിൽ റെഡിനെസ് സ്കോർ കുറച്ച് ഹൈ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബാറ്ററി ലൈഫിലോട്ട് വരുമ്പോൾ എനിക്ക് എക്സാക്ട് നമ്പർ ഓഫ് അവേഴ്സ് എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഞാനൊരു നൈറ്റ് ഫുൾ ചാർജ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് 7th ഡേ ആണ് നോട്ടിഫിക്കേഷൻ വന്നത് 16% ആയി എന്ന് പറഞ്ഞിട്ട്. സോ 16% ആയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഫുൾ ചാർജിലിട്ടു. സോ
7 days ഈസിലി എനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളൊന്നും അല്ല, ഒരു മീഡിയം ലെവൽ വർക്കൗട്ട്സും സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ ആ ലെവലിൽ എനിക്ക് ഈസിലി 7 days കിട്ടുന്നത് അടിപൊളി. ആൻഡ് ഓൾസോ വെൻ ഇറ്റ് ഗോസ് ബിലോ 20% നമ്മുടെ ബാൻഡ് തന്നെ ചെറിയൊരു വൈബ്രേഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് തരും. സോ അതുകൊണ്ട് നമുക്ക് ബാറ്ററി ലോ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് എക്സാക്ട് പെർസെൻറ്റേജ് വേണമെങ്കിൽ നമുക്ക് ഫോണിൽ ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാനും പറ്റും. ആൻഡ് ഇവരുടെ ചാർജിങ്ങിന് ഇവരുടെ ഒരു പ്രൊപ്രൈറ്ററി മാഗ്നറ്റിക് ചാർജിങ് ആണ്. സോ അതിൻ്റെ സംഭവം നമുക്ക് വേറെ ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ പോലെ ഓപ്ഷൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ചാർജിങ് ഇസ് പ്രിറ്റി ക്വിക്ക്. സോ നമ്മൾ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ലെസ് ദാൻ 20% വെച്ച് കഴിഞ്ഞാൽ 30 to 40 minutes അറൗണ്ട് ആകുമ്പോഴേക്കും ഫുൾ ചാർജ് ആയിട്ട് ഈസിലി കിട്ടുന്നുണ്ട്. സോ അത് നല്ല ക്വിക്ക് ചാർജിങ്ങും ആൻഡ് ഓൾസോ അടിപൊളി ബാറ്ററി ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ എക്സ്പീരിയൻസിൽ. പിന്നെ ഇവരുടെ ഫിറ്റ്നസ് ആൻഡ് ഹാർട്ട് റേറ്റ് ട്രാക്കിംഗ് നോക്കിയപ്പോൾ മോസ്റ്റ്ലി എനിക്ക് കുഴപ്പമില്ലെന്നാണ് തോന്നിയത്. ഞാനിത് എക്സാക്ട്ലി ഒരു പ്രീമിയം വേറെ ട്രാക്കറായിട്ട് കമ്പയർ ഒന്നും ചെയ്തില്ല. ബിക്കോസ് എൻ്റെ ആകെ പിക്സൽ വാച്ചും ഈ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയറും ഉള്ളൂ. സോ ബോത്ത് ആർ പ്രെറ്റി മച്ച് ഗിവിങ് യു ദ സെയിം ഡേറ്റ. സോ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷേ എനിക്ക് തോന്നിയത് മോസ്റ്റ്ലി ഇറ്റ്സ് ബീൻ ഓക്കെ. ലൈക്ക് ഭയങ്കര ഡിഫറെൻറ്റ് വാല്യൂസോ അല്ലെങ്കിൽ കാലറീസോ അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഒന്നും കാണിക്കുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ വോണ്ട് സേ ദിസ് ഇസ് എ ലാബ് ഗ്രേഡ് ആക്യുറസി ഓർ വാട്ട് എവർ. നമ്മൾ ഡെഫിനറ്റ്ലി ഒരു അറൗണ്ട് ഏരിയ നമുക്കൊരു കാൽക്കുലേഷനൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ യൂസേജിന് ഞാൻ അത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. സോ സ്ക്രീൻലെസ് പാർട്ടിലോട്ട് വരുമ്പോൾ അത് എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയിരുന്നു ആക്ച്വലി. കാരണം ഞാൻ പിക്സൽ വാച്ചാണ് യൂസ് ചെയ്തിരുന്നത്. സോ നമുക്ക് നോട്ടിഫിക്കേഷൻസും പിന്നെ എനിക്ക് ടൈമേഴ്സൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഇതിലൂടെ സ്വിച്ച് ചെയ്തപ്പോൾ ആ സ്ക്രീനില്ലാത്തത് എനിക്ക് കുറച്ച് മിസ് ചെയ്തു. ഞാൻ റാൻഡംലി റിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കും, എന്തെങ്കിലും വന്നിട്ടുണ്ടോ, മെസ്സേജ് വന്നിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ നോക്കാനായിട്ട്. ആൻഡ് ദെൻ ഐ വുഡ് റിയലൈസ് പിക്സൽ വാച്ച് അല്ല, ഇറ്റ്സ് ഫിറ്റ്ബിറ്റ് എയർ. സോ അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ വി ഷുഡ് ബി ഡിസ്കണക്റ്റഡ് അറ്റ് സം പോയിന്റ്, റൈറ്റ്? സോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനത്തെ ഒരു നൈസ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. സോ അറ്റ് ദിസ് പോയിന്റ് വി ഷുഡൻ ഹാവ് ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് നോട്ടിഫിക്കേഷൻസും പരിപാടികളൊന്നും. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ദിസ് ഈസ് റിയലി ഗുഡ് ബിക്കോസ് വി ആർ കൈൻഡ് ഓഫ് ഡിസ്കണക്റ്റഡ് ഫ്രോം എവറിത്തിങ്. ഫോൺ അവിടെ ഉണ്ടെങ്കിലും ഫോൺ സൈലൻ്റ് ആക്കുമോ അല്ലെങ്കിൽ ഈവൻ കുറച്ച് മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ വി വോണ്ട് ആക്ച്വലി ഹിയർ ദ നോട്ടിഫിക്കേഷൻസ് ആൻഡ് സ്റ്റഫ്. സോ ഈവൻ വിത്ത് ദ ട്രാക്കർ ഇറ്റ് ഡസൻ ഗിവ് us any നോട്ടിഫിക്കേഷൻ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇറ്റ്സ് റിയലി നൈസ്. നമ്മൾ ജസ്റ്റ് വി ആർ ഇൻ ദിസ് the area just enjoying the view, or even നമ്മളൊരു പാർക്കിൽ വാക്കിനൊക്കെ പോവുകയാണെങ്കിലും ഇറ്റ്സ് ദ സെയിം സിറ്റുവേഷൻ. വി ക്യാൻ ജസ്റ്റ് ഡിസ്കണക്ട് ഫ്രോം എവറിത്തിങ് ആൻഡ് ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് വി ആർ ഡൂയിങ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, ടൈമേഴ്സും അങ്ങനെയൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്തത്, ഐ വിൽ സ്വിച്ച് ദ വാച്ച് ആൻഡ് ഫിറ്റ്ബിറ്റ് എയർ. അങ്ങനെ വരുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കേണ്ട അവസ്ഥയിൽ ലൈക്ക് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ വർക്കൗട്ട്സ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഫിറ്റ്ബിറ്റ് എയർ ആണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വർക്ക് ഡേയ്സിലൊക്കെ ആണെങ്കിലും ഈവൻ റെഗുലർ കാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ പിക്സൽ വാച്ച് എടുക്കും. കാരണം അപ്പം നോട്ടിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ നമ്മൾ അറിയണം, അല്ലെങ്കിൽ എനിക്ക് വർക്കിലാണെങ്കിൽ ചിലപ്പോൾ ടൈമേഴ്സൊക്കെ വെക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിക്സൽ വാച്ചാണ് യൂസ്ഫുൾ. സോ അങ്ങനെ നമ്മളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നനുസരിച്ച് ജസ്റ്റ് സ്വിച്ച് ചെയ്യാൻ തുടങ്ങി. അത് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ഹാസലൊക്കെയാണ്, പക്ഷേ സ്വിച്ചിങ് ടേക്സ് ലൈക്ക് ലെസ് ദാൻ എ മിനിറ്റ് ഓർ സോ ഇറ്റ്സ് നോട്ട് ഈവൻ ദാറ്റ് മച്ച് ഓഫ് എ പ്രോബ്ലം. പക്ഷേ നമുക്ക് കൺവീനിയൻസ് ആണ്, ഇങ്ങനെ ഓപ്ഷൻ ഉള്ളതൊരു മോർ കൺവീനിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ യൂസ് ചെയ്തത് ഗൂഗിൾ ഹെൽത്ത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെയാണ്. സോ എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ജസ്റ്റ് വർക്കൗട്ട്സ് ലോഗ് ചെയ്യും, പിന്നെ ബാക്കി ഈ വാല്യൂസൊക്കെ ഒന്ന് കാണണം, ആൻഡ് ഓൾസോ സ്ലീപ്പ് ട്രാക്കിംഗ്. ഇത്രയാണ് എൻ്റെ മെയിൻ സംഭവങ്ങളുള്ളൂ. സോ അതിന് ഗൂഗിൾ ഹെൽത്ത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ആ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് കിട്ടുന്ന കുറേ AI ഇൻസൈറ്റ്സും പിന്നെ കുറേ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വാല്യൂസ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ AI കോച്ചിങ് കിട്ടും, നമുക്ക് ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ അവർ കോച്ചിങ് തരും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളാണ്. സോ ഫോർ എ റെഗുലർ യൂസർ ഹു ജസ്റ്റ് വാണ്ട് ട്രാക്ക് ദെയർ ആക്ടിവിറ്റീസ്, പിന്നെ ജസ്റ്റ് സീ ദെയർ വാല്യൂസ് ആൻഡ് ഓൾ ദാറ്റ്, അതിന് എനിക്ക് ബേസിക്സ് എല്ലാം ഇതിനകത്ത് കവേർഡാണ് ഫ്രീ വേർഷനിൽ. സോ അതിന് സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ, ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു റെഗുലർ യൂസറാണ് ഹു ജസ്റ്റ് വാണ്ട്സ് ടു ട്രാക്ക് യുവർ സ്ലീപ്പ്, ആക്ടിവിറ്റീസ്, വർക്കൗട്ട്സ് ഒക്കെ, and you don't want a big size or a screen to distract you, അങ്ങനെയാണെങ്കിൽ you can easily go for this one. And എനിക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. പ്ലസ് ഇവരുടെ സ്ലീപ്പ് ട്രാക്കിംഗ് ഇസ് ലൈക്ക് അമേസിങ്, അതാണ് എൻ്റെ ഹൈലൈറ്റിംഗ് ഫീച്ചർ. പ്ലസ് ഇവരുടെ ബാറ്ററി ലൈഫ് 7 days ഒക്കെ ഈസിലി കിട്ടുന്നതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലോ മെയിൻ്റെനൻസും കൂടിയാണ്. പക്ഷേ ഇഫ് യു വാണ്ട് ലൈക്ക് ഒരു ലാബ് ആക്യുറേറ്റ് ഹെൽത്ത് മെട്രിക്സും and also you can't live without notifications നമ്മളൊക്കെ ആണെങ്കിൽ you definitely don't want to get this one. എൻ്റെ യൂസേജിൽ എനിക്ക്
ചില സിറ്റുവേഷൻസിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും വേണ്ട, എന്നാൽ ചില സിറ്റുവേഷൻസിൽ എനിക്ക് നോട്ടിഫിക്കേഷൻസ് സംഭവങ്ങളൊക്കെ വേണം. അങ്ങനെ വന്നുകൊണ്ടാണ് ഐ ഇവൻച്വലി ഡിസൈഡഡ് ടു സ്വിച്ച് ബോത്ത് ഓഫ് ദീസ്. സോ ഐ എം കീപ്പിംഗ് ബോത്ത്. സോ അതായിരുന്നു എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ. ഞാനൊരു ഓൾമോസ്റ്റ് 3 weeks യൂസ് ചെയ്തിട്ട് ഇവൻച്വലി എൻ്റെ ഡിസിഷൻ വാസ് ടു സ്വിച്ച് ബിറ്റ്വീൻ ദ പിക്സൽ വാച്ച് ആൻഡ് ഗൂഗിൾ ഫിറ്റ്ബിറ്റ് എയർ. സോ നിങ്ങൾ ആരെങ്കിലും ഇത് മേടിച്ചോ, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ഗൈസ് ഹാവ് എനി ക്വസ്റ്റ്യൻസ് ടു ജസ്റ്റ് ആസ്ക് ദം ഇൻ ദ കമൻറ്റ്സ്. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.